സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് പരാജയത്തെ വിലയിരുത്തുക. പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തരുത്. RSSനെ ആക്രമിച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് കിട്ടും. RSSനോട് ദേഷ്യം ഇവർക്ക് ആർക്കുമില്ല. അതുകൊണ്ടാണ് സതീശൻ ഗുരുജി ജന്മശതാബ്ദിയുടെ മനയ്ക്കപ്പടിയിൽ നടന്ന ചെറിയ സമ്മേളനത്തിൽ പോയി വിളക്ക് കൊളുത്തിയത്. ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം, അടിസ്ഥാനമായ ആധ്യാത്മികതയിൽ ഉറച്ച തത്വശാസ്ത്രം, അതിന് അതിരുകളില്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തിരുത്തിയിട്ടുണ്ട്, ഇനിയും പലതും തിരുത്താനുണ്ട്. RSS ആരുടെയും കസേരയ്ക്ക് ഭീഷണിയായിരുന്നില്ല. ജനസംഘം വന്നു, പിന്നീട് 80-ൽ അത് BJP ആയി, കസേരയ്ക്ക് ഭീഷണിയായി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുത്ത ചടങ്ങിൽ കേരളത്തിലെ സർവകലാശാല VC-മാർ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലമാണ് ഉയർന്നത്. ശക്തമായ വിമർശനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും വിമർശിച്ചു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ NGO ആയ RSSൻ്റെ മേധാവി പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുത്തത് എന്നതിൻ്റെ പേരിൽ ഇത്രയേറെ വിമർശനം ആവശ്യമുണ്ടോ? RSS ഇത്തരത്തിൽ വെറുക്കപ്പെടേണ്ട സംഘടനയാണോ? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, RSS എന്ന സംഘടന വലിയ രീതിയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ചർച്ചയാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് RSSനെ ഇത്രയും വിമർശിക്കുന്നവരുടെ എണ്ണം കേരളത്തെക്കാൾ കൂടുതൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, എനിക്ക് സംശയമാണ്. എന്താണ് ആക്ച്വലി RSS? അല്ല, ഇവർ ഇപ്പോൾ ഈ വിമർശിക്കുന്ന ആൾക്കാരും RSSനെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വോട്ട് വാങ്ങാനായിട്ട് ചെയ്യുന്നത് എന്താ? ആരെ ഉപദ്രവിച്ചാൽ ഇയാൾ ഹാപ്പി ആകുമോ, ഓക്കെ, അയാളെ ഉപദ്രവിക്കുക. ഇത് 1989 VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ബോംബെയിൽ ABVPയുടെ അഖിലേന്ത്യാ സമ്മേളനം, അതിൻ്റെ ഉദ്ഘാടനമോ അങ്ങനെ എന്തോ ചടങ്ങിന് VP സിംഗിനെ ക്ഷണിച്ചു പ്രധാനമന്ത്രി. അപ്പോൾ പ്രമോദ് മഹാജൻ ആണ്, അല്ല, അരുൺ ജെയ്റ്റ്ലിയാണ് VP സിംഗിനോട് സംസാരിച്ച് ഉറപ്പിച്ച് നമുക്ക് പോവാം, ബോംബെക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് VP സിംഗ് ശിവസേനയെ വിമർശിച്ച് ഒരു പ്രസ്താവന. അത് വലിയ കോലാഹലമായി. സമ്മേളനം ബോംബെയിലാണ്, വിമർശിച്ചിരിക്കുന്നത് ശിവസേനയാണ്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി പോയി കണ്ടിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്, നാളെ നമുക്ക് ബോംബെയിൽ പോയി ഉദ്ഘാടനം ചെയ്യണം. ഇന്ന് ശിവസേനയെ വിമർശിച്ചിരിക്കുന്നു. ശിവസേനയാണെങ്കിൽ BJPയുടെ കൂട്ടുകാരുമാണ്. അപ്പോൾ അത് വെറുതെ വേണ്ടാത്തൊരു പരിപാടിയായിപ്പോയില്ലേ. അപ്പോൾ VP സിംഗ് പറഞ്ഞു, നിങ്ങൾ ഈ സംഘപരിവാറുകാർക്ക് സെക്യുലർ കളി എന്താണെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇവിടെ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നാളെ ഞാൻ ബോംബെ പോകുന്നു ABVP സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. ഇത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ മുസ്ലിങ്ങളെ ഹാപ്പിയാക്കണം, ഞാൻ എന്ത് ചെയ്യണം? മുസ്ലിങ്ങളെ ഹാപ്പിയാക്കാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം RSSനെ ചീത്ത പറയുക എന്നുള്ളതാണ്. അതൊരു അനൗചിത്യമാണ്, കാരണം ABVP സമ്മേളനത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കക്ഷി അത് ശിവസേനയാണ്. ശിവസേനയെ രണ്ട് ചീത്ത പറയുക, അപ്പോൾ മുസ്ലിങ്ങൾ ഹാപ്പിയാകും. നാളെ ഞാൻ ABVP സമ്മേളനത്തിന് വന്നാലും ശിവസേനയെ എതിർത്ത ആൾ എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങളും മിണ്ടാതിരിക്കും, എൻ്റെ കൂടെ തന്നെ നിൽക്കും മുസ്ലിങ്ങൾ. ഇതാണ് സെക്യുലർ കളി. ഈ കളി കളിച്ചാലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് VP സിംഗ് കൊടുത്ത അഡ്വൈസ്. അത് ആ അഡ്വൈസ് കറക്റ്റായിരുന്നില്ല. അതുകൊണ്ട് VP സിംഗും അദ്ദേഹത്തിൻ്റെ വംശമൊക്കെ കുറ്റിയേറ്റ് പോയി. അരുൺ ജെയ്റ്റ്ലിയുടെ പാർട്ടി അടിച്ചു കയറി വന്നു. അതെ, കേരളത്തിൽ പക്ഷേ ഇപ്പോഴും ഈ ഇക്വേഷനിൽ നിൽക്കുകയാണ് ആൾക്കാർ. RSSനെ ആക്രമിച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് കിട്ടും. RSSനോട് ദേഷ്യം ഇവർക്ക് ആർക്കുമില്ല. അതുകൊണ്ടാണ് സതീശൻ ഗുരുജി ജന്മശതാബ്ദിയുടെ മനയ്ക്കപ്പടിയിൽ നടന്ന ചെറിയ സമ്മേളനത്തിൽ പോയി വിളക്ക് കൊളുത്തിയത്. അതെ, ബേസിക്കലി RSSനോട് ദേഷ്യമില്ല. മനസ്സിലായി. ഇതിനു മുമ്പ്
വൈസ് ചാൻസലർമാർ പല പരിപാടിയിലും പോയി കഴിഞ്ഞപ്പോൾ ബിന്ദു വിമർശിക്കുകയും പിണറായി വിജയൻ മിണ്ടാതിരിക്കുകയും ചെയ്തു. വലിയ കാര്യമാക്കിയില്ല അത്. കാരണം അവർക്കും RSSനോട് ഉള്ളിൽ വലിയ ദേഷ്യമൊന്നുമില്ല. ബട്ട് മുസ്ലിങ്ങളെ ഹാപ്പിയാക്കാൻ എന്താ വഴി, ക്രിസ്ത്യാനികളെ ഹാപ്പിയാക്കാൻ എന്താ വഴി? അവർ കണ്ടിരിക്കുന്നത് സത്യമോ നുണയോ എന്തുമായിക്കോട്ടെ, അവർ കണ്ടുപിടിച്ചിരിക്കുന്ന പഴയ നമ്മളുടെ VP സിംഗിൻ്റെ ഫോർമുലയാണ് RSSനെ ആക്രമിക്കുക. കാരംസിൽ കണ്ടിട്ടില്ലേ, ഒരു സ്ട്രൈക്കർ നമ്മൾ അടിക്കുന്നത് നേരെ എതിർവശത്തേക്കാണ്. ബട്ട് അത് എതിർവശത്ത് എന്തെങ്കിലും സംഭവിക്കാനാണോ? അല്ല, അവിടെ പോയി അടിച്ചിട്ട് ഇത് തിരിച്ചു വന്ന് ഇവിടെ ഒരു കോയിൻ കുഴിയിൽ വീഴും. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഇങ്ങനെയാണ്, ഇവിടെ തിരിച്ചു വരും, ഇവിടെ കുഴി. RSSനെ അടിച്ചാൽ മുസ്ലിം വോട്ട് കുഴിയിൽ വീഴും. അതാണ് RSSനോടൊരു ദേഷ്യമില്ല. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. 1925 സെപ്റ്റംബർ 27 വിജയദശമി ദിനത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാർ തിരികൊളുത്തിയ സംഘടന 100 വർഷം പിന്നിട്ടു. രാജ്യം മൊത്തം വ്യാപിച്ചു. രാജ്യം മൊത്തം ഒന്നുമല്ല, എനിക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ലോകത്തെല്ലായിടത്തും RSSൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാളായിട്ട് ഒരിക്കൽ പോലും ആർക്കും പിളർത്താൻ സാധിക്കാത്ത സംഘടന നമ്മുടെ രാജ്യത്തെ പല പാർട്ടികളും പലപ്പോഴായി പിളർന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ എങ്ങും പോകണ്ട നമുക്ക്. ഈ RSSൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള യാത്ര നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തായിട്ടാണ് അങ്ങേക്ക് കാണാൻ കഴിയുന്നത്? ട്രാൻസ്പെറൻസിയും അഡാപ്റ്റബിലിറ്റിയും, കാലത്തിനൊത്ത് മാറാനുള്ള കഴിവ്. ഓക്കെ. വേറൊന്ന് സുതാര്യത. RSS പരാജയം സമ്മതിക്കുന്നൊരു സംഘടനയാണ്. തെറ്റുതിരുത്തും അല്ലേ? നമ്മളുടെ ഒരു യോഗം, ഒരു പരിപാടി എന്തെങ്കിലും അത് പരാജയപ്പെട്ടാൽ RSSകാർ ഇരുന്നിട്ട് അത് പരാജയപ്പെട്ടു എന്ന് ആദ്യം സമ്മതിക്കുകയും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും. അത് ടോപ്പ് ടു ബോട്ടം എല്ലാവരും അത് അറിയും, അത് സമ്മതിക്കും. അത് നമ്മുടെ പരിപാടി ആകെ പ്രശ്നമായി പോയല്ലോ, അതെ അത് പ്രശ്നമായിപ്പോയി, നമ്മളെ മറ്റന്നാളെ കൂടുന്നുണ്ട്, അതിന് എന്താ അതിന് പരിഹാരം, അടുത്ത തവണ എങ്ങനെ അത് ഭംഗിയാക്കാം. ഓക്കെ. അപ്പോൾ അതിന് ഒരു ബേസിക് ഗൈഡ് ലൈൻ RSS സർസംഘചാലകനായിരുന്ന ദേവർസ്ജി, മധുകർ ദത്താത്രേയ ബാലാസാഹിബ് ദേവറസ്, അദ്ദേഹമാണ് അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കിയത്. പുള്ളി പറഞ്ഞു, സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് പരാജയത്തെ വിലയിരുത്തുക, പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തരുത്. ഓക്കെ. ഇപ്പോൾ പല പാർട്ടികളും ചെയ്യുന്നില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തം എടുത്തിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ നോക്കുന്നു. RSS അത് ചെയ്യില്ല. ഓക്കെ. RSSൻ്റെ സിദ്ധാന്തം, അതായത് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം, RSSനെ എഴുതി വെച്ച ഒരു സിദ്ധാന്തമൊന്നുമില്ല. പലരും ഈ വിചാരധാര RSSൻ്റെ ബൈബിളാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. ഓക്കെ. വിചാരധാര ഗുരുജി പലപ്പോഴായി നടത്തിയ പ്രസംഗങ്ങളിലെ ഒരു എഴുതിയെടുത്ത് പുസ്തകമാക്കിയ ഒരു സാധനം മാത്രമാണ് വിചാരധാര. ഓക്കെ. അല്ലാതെ അത് അടിസ്ഥാനമല്ല. RSSൻ്റെ അടിസ്ഥാന ദർശനം എന്താ, അത് ഭാരതത്തിൻ്റെ അടിസ്ഥാന ദർശനം എന്താണോ അതാണ് RSSൻ്റെ ദർശനം. അതിനെന്തെല്ലാം പോരായ്മയുണ്ടോ അത് ആവുന്നത്ര മാറ്റിയെടുക്കുക, അതിനെന്തെല്ലാം നന്മകളുണ്ടോ അത് ആവുന്നത്ര വർദ്ധിപ്പിക്കുക, അങ്ങനെ രാഷ്ട്രത്തെ പരമവൈഭവത്തിലെത്തിക്കുക. ഇതാണ് RSSൻ്റെ ജോലി. ഓക്കെ. അപ്പോൾ RSSന് മാത്രമായിട്ട് ഒരു ഐഡിയോളജി ഇല്ല. പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് ലിയോ വാസ്തവത്തിൽ തെറ്റാണത്. പ്രത്യയങ്ങളുടെ ശാസ്ത്രമാണ് പ്രത്യയശാസ്ത്രം. പ്രത്യയം എന്ന് വെച്ചാൽ എന്താ, കിണറും കുളവും, ഈ ആണ് പ്രത്യയം. ആ പ്രത്യയങ്ങളുടെ ഭാഷയിലെ പ്രത്യയങ്ങൾക്കൊരു ശാസ്ത്രമുണ്ടെങ്കിൽ അതിനെ വേണം പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കാൻ. പക്ഷേ എപ്പോഴോ ഒരിക്കൽ ഐഡിയോളജി എന്നുള്ള വാക്കിന് പ്രത്യയശാസ്ത്രം എന്ന് തർജ്ജമ വന്നു. വർഷങ്ങളായി. ഇപ്പം ഞാനോ ലിയോ അത് തിരുത്താൻ പോയാൽ പറ്റുമോ? പറ്റില്ല. പക്ഷേ അതെ, അതങ്ങനെയാണ്. അപ്പോൾ RSSന് പക്ഷേ ഈ ഐഡിയോളജി പോലും ഇല്ല. ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിലോസഫിയിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നുള്ളിപ്പെറുക്കി എടുത്തിട്ട് വേലി കെട്ടി പണിത് അതിനുള്ളിൽ നിൽക്കുന്നു, അതാണ് ഐഡിയോളജി. ഓക്കെ. ഫിലോസഫി അങ്ങനെയല്ല, അത് സർവാശ്ലേഷിയാണ്. ഓക്കെ. ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം, അടിസ്ഥാനമായ ആധ്യാത്മികതയിൽ ഉറച്ച തത്വശാസ്ത്രം,
അതിന് അതിരുകളില്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തിരുത്തിയിട്ടുണ്ട്, ഇനിയും പലതും തിരുത്താനുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, അത് വീണ്ടെടുക്കാനുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്താണ് RSSൻ്റെ ജോലി. അല്ലാതെ തത്വശാസ്ത്രത്തിൻ്റെ ഐഡിയോളജിയുടെ വേലിക്കെട്ടിനുള്ളിൽ, പ്രത്യയശാസ്ത്ര വേലിക്കെട്ടിനുള്ളിൽ തളച്ചിടുന്ന ഒരു സമ്പ്രദായമല്ല. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് ചർച്ച ചെയ്ത് തിരുത്താനുള്ള, പിന്നെ കാലത്തിനൊപ്പം മാറാനുള്ള ഒരു സ്വഭാവം. അല്ല, ഇതിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കേട്ട് വളർന്നിട്ടുള്ളത് RSS എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ട സംഘടനയാണ്, അവർ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഹിന്ദുക്കളെ മാത്രം ഉൾക്കൊള്ളുക, ഇന്ത്യയെ ഹിന്ദു രാജ്യമായി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കരുത്, പോകരുത്, അവരുമായി സംവദിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ട് വളർന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അങ്ങിപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒരു ഐഡിയോളജി ഇല്ല എന്ന്? പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രചാരണം കാലങ്ങളായി എന്തുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നു? അത് ലിയോ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കാം. ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഞാനിതൊന്നും കേട്ടിട്ടില്ല. 1957 മുതൽ ഞാൻ സ്വയം സേവകനാണ്. 1957 തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അച്ഛൻ്റെ കൈവിരലും പിടിച്ച് ശാഖയിൽ പോയവനാണ്. ഇത് അമ്മ എന്നോട് പറഞ്ഞാണ്, നീ ആദ്യമായിട്ട് ശാഖയിൽ പോയ വർഷം ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ ചുറ്റും വന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുമാണ് കൂടുതൽ. 2 or 3 വീട്ടുകാരാണ് RSS ഉള്ളത്. അന്ന് കോൺഗ്രസ്സും RSSും തമ്മിൽ ഒരു ശത്രുതയുമില്ല. എൻ്റെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റ് ദീർഘകാലം KC മുഹമ്മദ് കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ വാർഡിൽ നിന്നാണ് മുഹമ്മദ് കുഞ്ഞ് ജയിക്കുന്നത്. അന്നത്തെ വലിയ ലക്ഷറി ആയിരുന്നു സൈക്കിൾ. മുഹമ്മദ് കുഞ്ഞിന് സൈക്കിളുണ്ട്. ഈ സൈക്കിളിലാണ് പുള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഈ സൈക്കിളിൻ്റെ പുറകിൽ പുള്ളിയുടെ അടുത്ത സുഹൃത്തായ എൻ്റെ അച്ഛനെ ഇരുത്തിക്കൊണ്ട് കാരിയറിൽ അച്ഛനിരിക്കും, മുഹമ്മദ് കുഞ്ഞ് സൈക്കിൾ ചവിട്ടി വീട് വീടാന്തരം പോയി പ്രചരണമൊക്കെ നടത്തും. 5 മണിയാകുമ്പോൾ അതേ സൈക്കിളിൻ്റെ കാരിയറിൽ ശാഖ നടത്ത് അച്ഛനെ എത്തിക്കും. എന്നിട്ട് മുഹമ്മദ് കുഞ്ഞ് പോവും, അച്ഛൻ ശാഖയിലേക്ക് വരും. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നോ അനിമോസിറ്റി അറ്റ് ഓൾ. മുസ്ലിം ആയതുകൊണ്ടുമില്ല, കോൺഗ്രസ് ആയതുകൊണ്ടുമില്ല. ഇതൊക്കെ ഈ 57 അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്ന സംഭവങ്ങളാണിത്. അപ്പോഴത്തേക്ക് 60, 62, 63 ആയി. അപ്പോൾ അന്ന് ഈ പറഞ്ഞ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഗാന്ധിവധം, ഈ പരിപാടിയൊക്കെയുണ്ട്. KC മുഹമ്മദ് കുഞ്ഞ് കോൺഗ്രസ്സുകാരനായിരുന്നു, മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരിക്കൽ പോലും മുഹമ്മദ് കുഞ്ഞ് പുള്ളിയുടെ പ്രസംഗത്തിലോ പ്രൈവറ്റ് ടോക്കിലോ ഒന്നും തന്നെ ഗാന്ധിവധമോ ഒന്നും പ്രശ്നമായിരുന്നില്ല. അത് അങ്ങനെ അവരുടെ സൗഹൃദം പോയി. ഒരിക്കൽ KC മുഹമ്മദ് അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരുന്നു, അതുകൊണ്ട് KC മുഹമ്മദ് കുഞ്ഞ് ആദ്യമേ പോയി, അച്ഛൻ പിന്നീട് പോയി. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും കേട്ടിട്ടില്ല RSSകാരെ അടുപ്പിക്കരുത്, പ്രശ്നക്കാരാണെന്നൊക്കെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇത് പറയുമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഇത് പറഞ്ഞു തുടങ്ങുന്നത് ഒരു 70കളൊക്കെ ആയപ്പോഴാണ്. അപ്പോഴേക്ക് ഇവിടെ കേരളത്തിൽ ഭാരതീയ ജനസംഘം വരാൻ തുടങ്ങി കുറേശ്ശെ. 1965 എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ അവിടെ ഭാരതീയ ജനസംഘം ചേർക്കണമെന്ന്. അപ്പോൾ എല്ലാത്തിനും ചേർക്കാനായിട്ട് എൻ്റെ അച്ഛന് കുറച്ച് RSSകാരല്ലേ ഉള്ളൂ. അവർ തന്നെ വേണം ജനസംഘം ഉണ്ടാക്കാനും, അവർ തന്നെ BMS ഉണ്ടാക്കണം, അവർ തന്നെ ബാലഗോകുലം ഉണ്ടാക്കണം. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും അച്ഛന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് വായി നോക്കി ഞാനും ഇങ്ങനെ ഇതിലൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ 1965 എൻ്റെ ഗ്രാമത്തിൽ ജനസംഘം എന്നൊക്കെ പറയുകയും 70s മറ്റാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനസംഘത്തിൻ്റെ ദീപം അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അങ്ങേർക്ക് 18 വോട്ടോ മറ്റോ കിട്ടിയുള്ളൂ വാർഡ് തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം തുടങ്ങി. അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, ലിയോ എൻ്റെ കസേരയ്ക്ക് ഭീഷണിയാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ലിയോയെ ആക്രമിക്കും. ഇല്ലേ,
പ്രചരണങ്ങൾ നടത്തും. അതുവരെ RSS ആരുടെയും കസേരയ്ക്ക് ഭീഷണിയായിരുന്നില്ല. ജനസംഘം വന്നു, പിന്നീട് 80-ൽ അത് BJP ആയി, കസേരയ്ക്ക് ഭീഷണിയായി. അപ്പോൾ ആളുകൾ ആക്രമിക്കാൻ തുടങ്ങി. മാതൃസംഘടന RSS ആണ്, ഇതിൻ്റെയൊക്കെ ഉത്ഭവം അവിടെ നിന്നാണ്. അവനെ ആക്രമിക്കുക, ഈ അവസ്ഥ വന്നു. കേരളത്തിൽ മാത്രമല്ല, മൊത്തം ഭാരതത്തിൽ വന്നു. ഓക്കെ. ബിക്കോസ് പൊളിറ്റിക്കൽ പവർ ആ, അതൊരു വലിയ വിഷയമാണ്. കറക്റ്റ്. ഞാൻ ബുദ്ധിമുട്ടിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കെട്ടിപ്പടുത്ത് ഞാൻ അധികാരത്തിൽ വരാൻ നേരത്ത് ലിയോ അതിന് പാര വയ്ക്കുന്നു. ഇപ്പം എൻ്റെ കയ്യിലുള്ള സകല ആയുധം, ലിയോ വർഗീയവാദിയാണ്, ലിയോ കള്ളുകുടിയനാണ്, ലിയോ പൊക്കം കുറഞ്ഞവനാണ്, ലിയോ കാഷിൻ്റെ ഉണ്ട്, ലിയോ കോങ്കണ്ണനാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം പറയും, പറയാൻ പറ്റുന്നതെല്ലാം പറയും. കുറച്ചൊക്കെ ഇതിൽ സത്യം ഉണ്ടാവും. കണ്ടോ, അയാൾ നടക്കുമ്പോൾ ചെറിയൊരു മുടന്തുണ്ടോ അയാൾക്ക്, ചാട്ടുകാലൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഇതിൻ്റെ ബേസിക് സാധനം പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് വന്നപ്പോൾ ഉണ്ടായ ശത്രുതയാണ്. ബട്ട് പൊളിറ്റിക്സ് സ്ഥായിയായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് പൊളിറ്റിക്സിലെ ആൾക്കാർ ചേരി മാറുന്നത്. ഈ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടി പോയി, അവിടെ നിന്ന് പളർന്നു പോയിട്ട് വേറെ സ്വന്തം പാർട്ടി ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പൊളിറ്റിക്സ് സ്ഥായിയായിട്ട് മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമല്ല പൊളിറ്റിക്സ്. അതെ. അപ്പോൾ സ്ഥായിയായിട്ട് സ്വാധീനിക്കുന്ന ഒരു ശക്തി സാംസ്കാരിക ശക്തിയാണ്. ഞാനും ലിയോയും ഇപ്പോൾ മോഷ്ടിക്കാൻ പോകാത്തത് പോലീസ് സ്റ്റേഷനെ പേടിച്ചിട്ടല്ലല്ലോ. പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിലും നമ്മൾ മോഷ്ടിക്കാൻ പോകില്ല. പോലീസുകാരെല്ലാം അവധിയെടുത്ത് പോയി, ആരുമില്ല, എന്നാൽ പിന്നെ നമുക്കൊരു ബാങ്ക് കുത്തി തുറക്കാമെന്ന് നമ്മൾ വിചാരിക്കും. ഇല്ല. അപ്പോൾ ഈ നിയമമല്ല നമ്മളെ, സംസ്കാരമാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്. യെസ്. അത് സ്ഥായിയായ നിയമം ഒരു പൊളിറ്റിക്കൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് മാറിയും മറിഞ്ഞും ഒക്കെ വരും. ചെറിയ ചെറിയ കുറ്റങ്ങൾ പിന്നീട് കുറ്റമല്ലാതാകുകയും തീരെ നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ ഇപ്പോൾ വലിയ കുറ്റകൃത്യങ്ങളാണ്. ഒരു പെൺകുട്ടിയെ കമൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അത് സ്വാഭാവികമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അത് അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് IT നിയമപ്രകാരം പിടിച്ചുകൊണ്ടൊക്കെ പോവാം അവസ്ഥയായി. ഇപ്പം നിയമം പൊളിറ്റിക്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ സമൂഹത്തിലെ ചില്ലറ വഴക്കുകളൊക്കെ അതിൻ്റെ പരിധിയിൽ വരും. സംസ്കാരം സ്ഥായിയാണ്. യെസ്. അല്ല, എൻ്റെ സുഹൃത്ത് ഫക്രുദ്ദീൻ അലി പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓഫ് ദ റെക്കോർഡായിട്ട് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ളത്, RSS നിങ്ങൾ കരുതുന്ന പോലെയൊന്നുമല്ല. അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. അവർ ഈ ലോകത്തെ മുസ്ലിങ്ങളെ കൊല്ലാനൊന്നും നടക്കുന്നവരല്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാൻ നടത്തുന്നവരല്ല. അവർ ഭാരത സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനും അതിനെ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വെറുതെയാണോ ഈ 83,000-ലധികം ശാഖകളുണ്ട് എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയെന്നാണ് അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളത്? കാരണം ഇത്രയേറെ ശാഖകൾ രാജ്യത്തെമ്പാടും ഇങ്ങനെ പടർന്നു പിടിച്ച് കിടക്കുകയാണ്. ഒപ്പം തന്നെ നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകരാണ് ഏറെയും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർ ഇങ്ങനെ നാട്ടിലൂടെ സഞ്ചരിക്കുന്നു. അവർക്കൊക്കെ എവിടെയാണോ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള ആളുകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന ശൈലി എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഒരു ശാഖയിൽ 5 പേര് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവർ എത്രയായി? ഒരു എണ്ണം 40 ലക്ഷം. 140 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 40 ലക്ഷം പേര് നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ, ത്യാഗസന്നദ്ധരായ ആൾക്കാരെ കിട്ടില്ലേ? 140 കോടിയിൽ നിന്ന് 140 കോടിയുടെ എത്ര ശതമാനമാണ് ഈ പറഞ്ഞ 40 ലക്ഷം? വളരെ വളരെ കുറവാണ്. 1% പോലും ആകുന്നില്ല, ഇല്ലേ? 1%ആണ് ഇതിന് 14 ലക്ഷം. എത്ര? എനിവേ, വെരി സ്മോൾ. അപ്പോൾ അത് ഒരു അത്ഭുത കൃത്യമല്ല, ഒരു അത്ഭുത കൃത്യമേ അല്ല. കാരണം ഇത്ര വലിയ ജനസംഖ്യയിൽ നിന്ന് ഇത്രയും പേര്, പക്ഷേ അത്രയും പേര് മതി. നല്ല മനുഷ്യർ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ പ്രസരിപ്പിക്കുന്ന നന്മ വളരെ വലുതായിരിക്കും. ഒരു മനുഷ്യൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും, അയാളൊരു നല്ല മനുഷ്യനാണ് കേട്ടോ, അയാളെ ഉപദ്രവിക്കരുത്. എന്തെങ്കിലും ഒരു തർക്കം വരുമ്പോൾ നമുക്ക് അയാളോട് ചോദിക്കാം. അയാളാകുമ്പോൾ പക്ഷപാതമില്ലാതെ ഒരു കാര്യത്തിന് തീരുമാനം പറയും. ഇങ്ങനെ ആ നന്മ വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
ഒരു മുറിയിൽ വെട്ടം കിട്ടാനായിട്ട് ഒരു ബൾബ് ധാരാളം, 10,000 ബൾബൊന്നും ഇടണ്ടില്ല. അപ്പോൾ ഇങ്ങനെ RSS എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുന്നു എന്ന് RSSകാരെ അവകാശപ്പെടുകയില്ല. കാരണം അത് അത്ഭുതമല്ല. ഇത്രയും വലിയ ജനസംഖ്യയിൽ നിന്ന് ഇത്രയും പേരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇതിൽ കൂടുതൽ ആൾക്കാരെയും കിട്ടും. RSSൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും മാത്രം വളർന്നിരിക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ പേര് കൂടെ വരും. പലരും പല കാരണങ്ങളുകൊണ്ട് വരാതിരിക്കും. ഇങ്ങനെ ദുഷ്പ്രചരണം വിശ്വസിച്ച് വരാത്തവർ, പേടിച്ചിട്ട് വരാത്തവർ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് വരാത്തവർ, രാഷ്ട്രീയം കൊണ്ടുവരാത്തവർ. രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ പലരും RSSൽ വരുന്നത് കണ്ടിട്ടില്ലേ? സർവീസിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ RSSൽ വരുന്നത് കണ്ടിട്ടില്ലേ? സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരല്പം RSS ആഭിമുഖ്യം കാണിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇവരൊക്കെ വരാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് ശാഖയിൽ പലപ്പോഴും നമ്മൾ പറയും 2 തരം ആൾക്കാരേ ഉള്ളൂ ഭാരതത്തിൽ. ഒന്ന് RSSകാർ, വേറൊന്ന് RSSൽ വരാനുള്ളവർ. ഈ 2 പേരേ ഉള്ളൂ. ഒന്ന് വന്നവർ, മറ്റേത് വരാനിരിക്കുന്നവർ. ഓക്കെ. അല്ല, എൻ്റെ ഒരു സുഹൃത്ത് തിരൂർ രവീന്ദ്രൻ, അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അവിടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെയൊക്കെ തന്നെ ചിന്താരീതി. ഒരിക്കൽ അതിൻ്റെ സർസംഘചാലക് പദവിയിലിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു പ്രസംഗം, ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നു, ഇനി എനിക്ക് ഈ പദവിയിൽ തുടരുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈ പദവിയിൽ നിന്ന് ഒഴിയുകയാണ് എന്ന്. അത്തരത്തിൽ ഉള്ള ഒരു രീതിയാണോ അവരെ പഠിപ്പിക്കുകയും അവരുടെ ഉള്ളിൽ ഇങ്ങനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത്? അതെ, അത് ചെയ്യാറുണ്ട്. പ്രശസ്തി പരാങ്മുഖത എന്ന് പറയുന്നത്, പ്രശസ്തിയിൽ താല്പര്യമില്ലാതിരിക്കുക. സ്വാഭാവികമായിട്ട് പ്രശസ്തി വന്നാൽ അത് വേണ്ടെന്നൊന്നും വയ്ക്കുകയില്ല. ബട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ശ്രമം എന്തെങ്കിലും നടത്തുക, പത്രത്തിൽ സപ്ലിമെൻ്റ് ഇറക്കുക, TV-യിൽ പരസ്യം കൊടുക്കുക, RSSൽ ചേരുക, ദേശഭക്തരെ വരുവേൻ, അങ്ങനത്തെ ഏർപ്പാടൊന്നും പോവില്ല. പിന്നെ RSSൽ വാസ്തവത്തിൽ സ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ചുമതല എന്നാണ് അതിൻ്റെ അർത്ഥം. RSSനുള്ളിൽ കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ചുമതല എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചുമതലയില്ല, കഴിഞ്ഞ വർഷം വരെ കാര്യവാഹമായിരുന്നു, ഇപ്പോൾ വീട്ടിലെ കാര്യവും ബിസിനസ്സും ഒക്കെ കൊണ്ട് നടക്കണില്ലെന്നേ, അതുകൊണ്ട് ഇത്തവണ ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നാരായണൻകുട്ടിയെ ആക്കി. നാരായണൻകുട്ടി മിടുക്കനാണ്. ഇങ്ങനെ പോകും സംസാരം. ചുമതലയുണ്ടോ എന്നാണ് ചോദ്യം, അല്ലാതെ സ്ഥാനമുണ്ടോ എന്നുള്ളതല്ല. അതാണ് ചുമതല. അപ്പോൾ സ്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേറൊരു സങ്കല്പമാണ്. സ്ഥാനം, പദവി എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് കൊണ്ട് തന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക മനസ്സിൽ. ചുമതല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചുമതല എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി കടുപ്പപ്പെട്ട ജോലിയാണ്, റെസ്പോൺസിബിലിറ്റി അത് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചൊഴിയാൻ പലരും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞാൽ മതി എന്നുള്ള ഇതാവും. പിന്നെ മിക്കവാറും നഷ്ടങ്ങളായിരിക്കും കൂടുതൽ. കഴിഞ്ഞ ദിവസം സർസംഘചാലക് തിരുവനന്തപുരത്ത് വന്നപ്പോഴും പറഞ്ഞു, RSSൽ വന്നാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ഒന്നും കിട്ടില്ല, മാത്രമല്ല കയ്യിലുള്ളത് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അതിന് തയ്യാറാണെങ്കിൽ വേണം വരാൻ എന്ന് പറയും. അത് ആലങ്കാരികമായിട്ട് പറയുകയാണ് കേട്ടോ, അല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കയ്യിലുള്ള കാശുമൊക്കെ പോയി പാപ്പരാകും എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ മോഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും RSSൽ വന്നാൽ നടക്കണമെന്നില്ല. ഒരു സുഹൃത്ത് സംഭാഷണത്തിനിടയിൽ പറഞ്ഞതാണ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ വിമർശിക്കുന്നൊരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വയം സേവകനായിരുന്നു, രാഷ്ട്രപതി അത് അതിൻ്റേതായ രീതിയിൽ വളർന്നു വന്ന RSS അല്ലെങ്കിൽ സംഘ ചുറ്റുപാടിൽ വളർന്നു വന്നവരാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഉയർന്നു വന്നവർ, പിന്നെന്തിന് വൈസ് ചാൻസലറെ മാത്രം ഇങ്ങനെ? അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയുള്ള വിമർശനം മാത്രമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? അതുമാണ്. മാത്രമല്ല, അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള വിമർശനവും കൂടെയാണ്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലെ സ്റ്റാർ മുഖ്യമന്ത്രിമാരുടെ പേരെടുത്ത് നോക്കിയോ, അവരാരും RSSകാരല്ല. കിഴക്ക് ആസാം
ഹിമന്ത ബിശ്വ ആർ എസ് എസ്കാരാണ്. അല്ല, ബട്ട് സ്റ്റാർ മുഖ്യമന്ത്രിയല്ലേ ബി ജെ പിയുടെ, ഷൈനിങ് സ്റ്റാറാണ്. അതെ. സുവേന്ദു അധികാരി അതെ. ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, ബട്ട് സ്റ്റാറാണ്. ഇപ്പോൾ ഇപ്പുറത്ത് ബീഹാർ സമ്രാട് ചൗധരി ആർ എസ് എസ്കാരനല്ല, ബട്ട് സ്റ്റാർ മുഖ്യമന്ത്രിയായി. തൊട്ടിപ്പുറത്ത് യോഗി ആദിത്യനാഥ് സ്റ്റാർ മുഖ്യമന്ത്രിയാണ്, ആർ എസ് എസ്കാരനല്ല. കോളേജിൽ പഠിക്കുമ്പോൾ ABVP-യുമായിട്ട് ചില്ലറ ബന്ധമുണ്ടായിരുന്നു. പിന്നെ രാമജന്മഭൂമി സമരം വന്നപ്പോഴാണ് അദ്ദേഹം BJP-യുമായിട്ട് വരികയും നേരെ BJP-യിലേക്ക് കയറുകയും. അല്ലാതെ RSSൻ്റെ ഇതിലല്ല അല്ല. അപ്പോഴോ അപ്പോൾ RSS ആണ് ഇതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെയോ ഇവരാണിപ്പോൾ എന്നാൽ ചെറുപ്പം മുതൽ RSS ഫാമിലി എന്നുള്ളവരാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ബട്ട് സ്റ്റാർ മുഖ്യമന്ത്രിയാണ്, പക്ഷേ സ്റ്റാറല്ല. മധ്യപ്രദേശിലെ മോഹൻ യാദവ് കടുത്ത RSSകാരനാണ്, സ്റ്റാർ മുഖ്യമന്ത്രിയല്ല. ഒറീസയിലെ മോഹൻ മാഞ്ചി ചെറുപ്പം മുതൽ RSSകാരനാണ്, സ്റ്റാർ മുഖ്യമന്ത്രിയല്ല. 10-17 പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ RSS ഇതിൽ വളർന്നു. പക്ഷേ സ്റ്റാറുകളെല്ലാം സ്റ്റാറുകൾ വേണമെങ്കിൽ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാലും പണ്ട് മുതലേ സ്വയം സേവകനാണെന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. ഓക്കെ. അയ്യോ, അങ്ങേരുടെ പേരെന്താ? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. അദ്ദേഹമാണ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ എന്നും പറയാം, ചെറുപ്പം മുതൽ RSS ഫാമിലിയാണെന്നും പറയാം. ബാക്കിയൊക്കെ നോൺ RSSകാരാണ് ഷൈൻ ചെയ്യുന്നത്. അവർ ദേശീയവാദികളല്ലേ, അവർ ഹിന്ദുത്വക്കാരല്ലേ? ആണ്. ഒരുപക്ഷെ ട്രഡീഷണൽ RSSകാരെക്കാൾ വീര്യം കൂടിയ ഹിന്ദുത്വവാദികളാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മയും യോഗി ആദിത്യനാഥും സുവേന്ദു അധികാരിയൊക്കെ. സുവേന്ദു അധികാരി മോദിയെ തിരുത്തിയില്ലേ? സബ്കാ സാത്ത് സബ്കാ വികാസ് മോദിയുടെ മുദ്രാവാക്യം. അതാരോ റൂട്ടിൽ അവരുടെ യോഗം കൂടിയപ്പോൾ വിളിച്ചു. സുവേന്ദു അധികാരി പറഞ്ഞു പറ്റില്ല, സബ്കാ സാത്ത് സബ്കാ വികാസ് ഒന്നുമില്ല, എൻ്റെ കൂടെ നിന്നത് ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളുടെ വികാസം ആദ്യം, ബാക്കി പിന്നെ നോക്കാം. പബ്ലിക്കായിട്ട് അത്ര നല്ല കാര്യമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുകയല്ല. അത്ര തീക്ഷ്ണവും തീവ്രവുമാണ് സുവേന്ദു അധികാരിയുടെ വികാരം. പക്ഷേ RSSകാരൻ നല്ലതാണ്. സുവേന്ദു അധികാരി കോൺഗ്രസ് ആയിരുന്നു, പിന്നെ TMCയിൽ വന്നു, പിന്നെ BJPയിൽ വന്നു. അപ്പോൾ എന്തു പറയും? ഈ ഞാൻ പറയുന്നത് RSSൻ്റെ മൈൻഡ് സെറ്റിൽ, RSSൻ്റെ ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ RSS എന്ന സംഘടനയുമായിട്ട് ബന്ധമുള്ളവരായിക്കൊള്ളുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അതിങ്ങനെ ഈ സർവാശ്ലേഷിയായ ഒരു പ്രവർത്തനമാണ് RSSൻ്റെ. അതിൻ്റെ സ്വാധീനത്തിൽ നിങ്ങൾ അറിയാതെ പെട്ടുപോകുന്ന ഒരു കുറ്റമല്ല. കാരണം ഭാരതത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് ഉണർന്നു കഴിയുമ്പോൾ ചിലർ ആ ഒഴുക്കിനൊപ്പം അങ്ങ് പോകും, ചിലർ കരയ്ക്കായിരിക്കും നിൽക്കുന്നത്, പക്ഷേ അവർ കുളിര് കോരി നിൽക്കുകയായിരിക്കും. 100 വർഷം പിന്നിട്ട RSSനെ കുറിച്ചുള്ള ചർച്ച ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. ശ്രീ TG മോഹൻദാസ് നമ്മോടൊപ്പം തുടരും അടുത്ത എപ്പിസോഡിലും.